ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. 2026 ചില രാശികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ്, വളരെ വലിയ ഭാഗ്യത്തോടു കൂടിയിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇവരെ പോലും നനച്ചിരിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. വളരെ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങൾ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ, ഇവര് ചിന്തിക്കാത്ത രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വരാൻ പോവുകയാണ്. ഇതൊക്കെയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിൽ കൂടിയിട്ടാണ്. അപ്പൊ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് എന്ന് നോക്കാം. കന്നിരാശി, ധനുരാശി, തുലാം രാശി, മിഥുനം രാശി. ഈ 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങളായി വളരെയധികം പ്രയാസഘട്ടങ്ങളിൽ കൂടിയിട്ട്, ഒരുപാട് പ്രയാസങ്ങളിൽ കൂടിയിട്ടാണ് ഇവര് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2026 എന്ന് പറയുന്നത് ഇവരുടെ സക്സസിന്റെ, ഇവരുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് നേടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവര് നിത്യവും മുടങ്ങാതെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ചാണ്ടിക്കുകയും വേണം. അപ്പോൾ കന്നിരാശിയിലും ധനുരാശിയിലും പെട്ടിട്ടുള്ള ആളുകള് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ് 108 തവണ മുടങ്ങാതെ ജപിക്കേണ്ടത്. തുലാം രാശിയും മിഥുനം രാശിയും ജപിക്കേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഓം വിഷ്ണുവേ നമ എന്ന മന്ത്രമാണ്. ഇത് 108 തവണ മുടങ്ങാതെ നിത്യവും ജപിക്കുക. ഇങ്ങനെ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും സ്പെഷ്യലായിട്ട് മഞ്ഞ വസ്ത്രം ധരിക്കുകയും മഞ്ഞ കുറി അണിയുകയും ഭഗവാന് വേണ്ടി വ്രതം എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവർക്ക്, നിങ്ങൾക്ക് ഒന്നിനുമുള്ള ഒരു കഴിവില്ല എന്ന് വിചാരിച്ചവർക്ക്, നിങ്ങളെ എപ്പോഴും മാറ്റിയിട്ടിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളിൽ അസൂയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ സാധിക്കും എന്നാണ് ഇതിൽ കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഈ സുവർണ കാലഘട്ടത്തെ നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.